കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായൊരു വീഡിയോ എന്നത് ദിയാ കൃഷ്ണയുടെയും അശ്വിൻ്റെയും ഒരു വീഡിയോ ആണ്. മീനമ്മയോട് സ്നേഹമില്ല, മീനമ്മയോട് യാതൊരു ബഹുമാനവും ദിയ കാണിക്കുന്നില്ല എന്നൊക്കെ പലരും ട്രോളുമ്പോഴും ദിയ കാണിക്കേണ്ട സ്നേഹമെല്ലാം തന്നെ കാണിക്കാറുണ്ട്. എന്നാൽ അവിടെ പോകുമ്പോൾ ഭൂരിഭാഗം സമയവും വീഡിയോ എടുക്കാറില്ല ദിയ എന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം അവരെല്ലാം വീട്ടിൽ നിൽക്കുന്ന ഒരു വേഷത്തിലായിരിക്കും. അവർക്കൊക്കെ തന്നെയും ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ദിയ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴിതാ മീനമ്മയുടെ പിറന്നാൾ ദിവസം ഇതുവരെ ആരും നൽകാത്ത സമ്മാനം നൽകിയെത്തിയിരിക്കുകയാണ് ദിയ. 3 ആളുകളാണ് ഇപ്പോൾ മീനമ്മയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഗിഫ്റ്റ് ഹാമ്പർ, ഒരു കേക്ക്, ബൊക്കെ അടങ്ങുന്ന സമ്മാനങ്ങൾ, ഇതെല്ലാമാണ് മീനമ്മയ്ക്ക് വേണ്ടി ദിയ എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും വേണ്ട എന്നാണ് കണ്ട മാത്രമേ തന്നെ ദിയയോടൊപ്പം അമ്മായിയമ്മ പറയുന്നത്. എന്തുമാത്രമാണ് ദിയയ്ക്ക് അമ്മയോടുള്ള സ്നേഹമെന്നത് കാണുമ്പോൾ മനസ്സിലാകും. പലരും പല കാരണങ്ങൾ പറഞ്ഞാണ് ഒഴിവാക്കാറുള്ളത്. പലരും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ദിയെ കണ്ടിട്ട് വളരെ മോശം രീതിയിൽ തന്നെ പറയുന്നവരുമുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഈ ഒരു വാക്കിനെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ ഒരു വാർത്ത ഏറ്റെടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ തന്നെ സംസാരിക്കുമ്പോഴാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുന്നത്. എല്ലാവരും ദിയയുടെ ഈ പുത്തൻ വീഡിയോ ആണ് കാണുന്നത്. എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം വൈറലാകുന്നുണ്ട്. ഇപ്പോഴിതാ ദിയ പങ്കുവച്ചിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോ കൂടിയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത്. മീനമ്മയ്ക്ക് നല്ല സന്തോഷമായി. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. പിറന്നാൾ ദിവസം വീഡിയോ എടുക്കുന്നത് അവർ നല്ല വേഷത്തിലായിരിക്കും, വ്ളോഗ് എടുക്കുന്നു എന്നറിയാമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എടുക്കുന്നതിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ മീനമ്മാസ് കിച്ചൺ എന്ന സ്വന്തം ബിസിനസ് രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന മീനമ്മ വീട്ടിൽ ഭൂരിഭാഗം സമയത്തും ഇങ്ങനെയുള്ള വേഷങ്ങൾ സാധാരണ വേഷങ്ങളായിരിക്കും. അപ്പോൾ തന്നെ ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ അവർക്ക് കുറച്ച് പ്രയാസമുണ്ടായിരിക്കും. വ്ളോഗൊന്നും എടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകില്ല. അവരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെയല്ല. എല്ലാവരും വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും മിക്കപ്പോഴും നല്ല വസ്ത്രങ്ങളിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരാളെ കൺസിഡർ ചെയ്ത് അവരെ എടുക്കാതിരിക്കും. അത്തരത്തിൽ തന്നെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ഓരോരുത്തരുടെയും കോലം നിങ്ങൾ കണ്ടിട്ടില്ലേ? എപ്പോഴും വീട്ടിൽ നന്നായിരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. നമ്മൾ വളരെ കംഫർട്ടബിളായിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ കയറി ചെന്ന് അവരുടെ ആ കംഫർട്ടബിലിറ്റി ഇല്ലാതാക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ അശ്വിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാത്തത് അതുകൊണ്ടാണ്. ഞാൻ എന്നാൽ അശ്വിൻ്റെ വീട്ടിൽ പോകുന്നില്ല എന്നല്ല അതിനർത്ഥം. പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പലരും ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഓരോ തവണയായിട്ടാണ് ഈ വാക്കുകളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോലെ തന്നെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ഓരോ തവണയും ആരാധകർ ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഓരോ പ്രേക്ഷകരും ഇത്തരത്തിലുള്ള വാർത്തകളെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതും നമ്മൾ കാണാറുണ്ട്. എല്ലായ്പ്പോഴും പ്രേക്ഷകർക്ക് അതൊരു സന്തോഷം തന്നെയാണ്. ദിയനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർക്ക് ഇതൊന്നും കണ്ടാൽ മനസ്സിലാകില്ല. ഇപ്പോൾ ദിയ അമ്മായിയമ്മയെ സന്തോഷിപ്പിച്ചതൊന്നും മനസ്സിലാകില്ല. അതൊക്കെ കുറ്റമായി മാത്രമേ കാണൂ. ഇങ്ങനെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് തന്നെ എല്ലാവരും സംസാരിച്ച് ഇതിനെക്കുറിച്ചുള്ള ന്യായങ്ങൾ നിരത്തുകയും ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.